ഹായ് ഫ്രണ്ട്സ്, AKS ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബുദ്ധിമാന്മാരുടെ കുറച്ച് ലക്ഷണങ്ങളാണ്. ബുദ്ധി എല്ലാവർക്കും ഉണ്ടാകും, പക്ഷെ ബുദ്ധി കൂടുതലുള്ള ആളുകളെ പറ്റിയിട്ട് ഒരു 15 ലക്ഷണങ്ങളാണ് ഇത് നമ്മൾ നിങ്ങളുമായി പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. അതിൽ ബുദ്ധി കൂടുതലുള്ള ആളുകളുടെ ഫസ്റ്റത്തെ ലക്ഷണം, ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. നമ്മൾ പറയുന്നതിൽ ഫസ്റ്റത്തെ ലക്ഷണം പറയുന്നത് ഇവരെപ്പോഴും ഓപ്പൺ മൈൻഡുള്ള ആളുകളായിരിക്കും. എന്ത് കാര്യങ്ങളും ഇങ്ങനെ മറച്ചു വെക്കില്ല, ഒക്കെ ഓപ്പൺ ആക്കുക. ഒരു കാര്യം ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഓപ്പൺ മൈൻഡിൽ സംസാരിക്കുന്ന വ്യക്തികളാണ്. ഇതിൽ ബുദ്ധി കൂടുതലുള്ള ആളുകളുടെ ഒന്നാമത്തെ ലക്ഷണമാണ് ഓപ്പൺ മൈൻഡുള്ള ആളുകളായിരിക്കും. രണ്ടാമതായിട്ട് ഈ ബുദ്ധി കൂടുതലുള്ള ആളുകൾക്ക് ഒരു സമയത്തിന് വളരെയധികം വില കൽപ്പിക്കുന്ന ആളുകളാവും. നമ്മൾ അവരുടെ കൂടെ എപ്പോഴും യാത്ര ചെയ്യുകയാണെങ്കിലോ എന്തെങ്കിലും പരിപാടിക്ക് പോയി കഴിഞ്ഞാലൊക്കെ അവർ എപ്പോഴും ഈ സമയത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകളായിരിക്കും. എന്ത് സമയത്ത് കറക്റ്റ് ടൈമിൽ ചെയ്യണം, അവിടെ എത്തണം, പറഞ്ഞ കാര്യങ്ങൾ ആ ടൈമിനോട് എത്തണം എന്നുള്ള ചിന്താഗതിയുള്ള ആളുകളായിരിക്കും. ഈ മറ്റുള്ള ആളുകൾ ചിലപ്പോൾ എപ്പോഴും അവർ സംസാരം ഇഷ്ടപ്പെടണമെന്നില്ല. ഇവരുടേതായ റൂട്ടിൽ പോകുന്ന ആളുകളാവും ഈ ബുദ്ധി കൂടുതൽ ആൾക്കാർ. നമുക്ക് പെട്ടെന്ന് നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റില്ല, ഇവരെന്താ ഇങ്ങനെ പറയുന്നത്, എപ്പോഴും സമയം വളരെ കൃത്യനിഷ്ഠമുള്ള ആളുകളായിരിക്കും. ഇതാണ് രണ്ടാമത്തെ ലക്ഷണം, ബുദ്ധി കൂടുതൽ ആളുകൾ. പിന്നെ മൂന്നാമതായി ഇവർക്ക് ഞാനെന്ന ഭാവം ഇല്ലാത്ത ആളുകളായിരിക്കും. ഇവരെന്ത് ചെയ്ത് കഴിഞ്ഞാലും അത് ഞാൻ ചെയ്തതാണ്, അല്ലെങ്കിൽ അത് എന്നെ കൊണ്ട് അങ്ങനെ ആയി, ഞാൻ ഉണ്ടായതുകൊണ്ട് അത് അങ്ങനെ സംഭവിച്ചത്, ഇങ്ങനെ ചിന്താക്കുന്നൊരു സംസാരം ഇവരിൽ തീരെ ഉണ്ടാകുകയില്ല. അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഈ ബുദ്ധി കൂടുതൽ ആൾക്കാർക്ക് ഞാനെന്ന ഭാവം, സംസാരവും അവർക്ക് തീരെ ഉണ്ടാകില്ല. വേറെ ആളുകൾ അവരെ പറ്റി ഇങ്ങനെ പറയും, അത് എന്നെ ആൾ ചെയ്തതാണ് എന്നല്ലാതെ അവരുടെ വായിൽ തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു വാക്ക് കേൾക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ചെയ്തതാണെന്നൊരു വാക്ക് അവർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് കേൾക്കാൻ സാധിക്കും. പിന്നീട് ഇവരുടെ ഒരു ലക്ഷണമാണ്, എന്തെങ്കിലും നമ്മൾ ജോലി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്ത് തീർക്കും. അതായത് എന്ത് ജോലി തന്നെ ആയാലും, എന്ത് ടഫുള്ള ജോലിയാണെങ്കിലും സിമ്പിൾ ജോലിയാണ്, എന്ത് ജോലി കൊടുത്തു കഴിഞ്ഞാലും അത് അവർ പെട്ടെന്ന് 1 മണിക്കൂർ ഉണ്ടാവുക ജോലി. നമ്മൾ സാധാരണക്കാരൻ ചെയ്യുകയാണെങ്കിൽ 1 മണിക്കൂർ ചെയ്യേണ്ട ജോലിയാകും. അവരെന്താക്കും, അവർ 10 മിനിറ്റ് കൊണ്ട് സംഗതി കഴിച്ച് അവർ ഭാഗത്ത് ഉണ്ടാകാതെ പോയിരിക്കും. ഇവർ പൊതുവെ മടിയുള്ള ആളുകളായിരിക്കട്ടെ, ബുദ്ധിയുള്ള ആളുകൾ. ഇവരുടെ സ്വഭാവം മടി തന്നെ, എപ്പോഴും മടി പിടിച്ചിരിക്കില്ല, എന്നാലും അധികം മടി കൂടുതലുള്ള ആളുകളാണ് ബുദ്ധിയുള്ള ആളുകൾ എന്നാണ് ഇവരെ പറ്റി പൊതുവെ പറയാറുള്ളത്. ഇവരെ പറ്റിയുള്ള പോയിന്റാണ്, ഇവർ ഏത് സാഹചര്യത്തിലും അത് പൊരുത്തപ്പെടും. അത് ഈ ജോലിയായി വേറെ എന്തെങ്കിലും സംഭവം, ഇപ്പോൾ നമ്മൾ വിദേശത്ത് ജോലിക്ക് പോയി വിചാരിച്ചോളൂ, ഇനി വേറെ നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവർ ആ നാടുമായിട്ട് പെട്ടെന്ന് പൊരുത്തപ്പെട്ടു പോകും. അതിന് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും അനുഭവം ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ പ്രശസ്തമായ വ്യക്തികളിൽ നിന്നുള്ള വാക്കുകളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. എൻ്റെ സ്വന്തം അഭിപ്രായമല്ല പറയുന്നത്, ഇത് പ്രശസ്തമായ കുറച്ച് ആളുകൾ, സൈക്കോളജിക്കായ ആളുകൾ, അവരത് ഞാൻ പഠിച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത്. ഇവർ ഏത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും പെട്ടെന്ന് പൊരുത്തപ്പെട്ടു പോകും. ഇതൊക്കെ നമ്മളിലും ഈ സ്വഭാവങ്ങൾ ഉണ്ടാവും, ഇത് നമ്മൾ സ്വയം നോക്കേണ്ടതുണ്ടാവും. ഈ ബുദ്ധി കൂടുതലുള്ള ആളുകളിൽ ഉള്ള സ്വഭാവങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നമ്മളിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് സ്വയം പരിശോധിച്ച് നോക്കാൻ പറ്റുമോ. പിന്നെ അടുത്ത സ്വഭാവമാണ് ഇവർ നേരം വൈകിട്ടേ ഉറങ്ങുകയുള്ളൂ. ഈ ബുദ്ധി കൂടുതലുള്ള ആളുകളുടെ വേറെ പ്രത്യേക സ്വഭാവമാണ്, ഈ രാത്രി 12 മണി 11 മണി കഴിയാതെ ഇവർ ഉറങ്ങുകയില്ല. അതുപോലെ തന്നെ രാവിലെ നേരം വെളുത്ത് നേരത്തെ എണീക്കുകയുമില്ല, 8 മണി 7 മണിക്ക് ഉണരുകയുള്ളൂ. ഇതൊക്കെ ബുദ്ധി കൂടുതലുള്ള ആളുകളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. നമ്മൾ വിചാരിക്കും ചിലപ്പോൾ ഇവരൊക്കെ എന്താ ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ പറയുന്ന കാര്യമില്ല, ചില ബുദ്ധി കൂടുതലുള്ള ആളുകളുടെ ഒരു സ്വഭാവത്തിൽപ്പെട്ട ഘടന നേരം വൈകി ഉറങ്ങുകയും നേരത്തെ എഴുന്നേൽക്കാതിരിക്കുകയും ഇത് ബുദ്ധി കൂടുതലുള്ള പ്രത്യേക സ്വഭാവമാണ്. പിന്നെ ഇവരുടെ ഒരു പ്രത്യേക സ്വഭാവമാണ്, ഇവർക്ക് തീരെ ഒരു അടക്കം ചിട്ട ഉണ്ടാവുകയില്ല. അത് ശ്രദ്ധിച്ചു കൊടുക്കുക. ഈ ബുദ്ധി കൂടുതലുള്ള ആളുകൾക്ക് തീരെ അടക്കം ചിട്ടം ഉണ്ടാവില്ല. അവരെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെ അലമാര, അവരുടെ റൂം, അതിലിപ്പോൾ അവരുടെ ഓഫീസ് ഒന്നും ഒരു അടക്കം ചിട്ടയിൽ അവർ കൊണ്ടുനടക്കില്ല. എന്നുവെച്ചാൽ അവരുടെ ബുദ്ധി നമ്മളെ ഈ സാധാരണ അവരെല്ലാവരും ചിന്തിക്കുന്നില്ല. അതൊക്കെ അവർക്ക് ഡെവലപ്മെന്റ് ആയിട്ട് ഇടും. അതിൽ ചില ആളുകൾ കണ്ടിട്ടില്ലേ, ബുദ്ധി കൂടുതലുള്ള ആൾക്കാർ താടി വെക്കൂല, താടി വെച്ച് നടക്കും, മുടി വെട്ടൂല. അത് നമ്മൾ പറയുക വലിയ ബുദ്ധിമാന്മാർ എന്ന് പറയാം. കറക്റ്റാണ് അതൊക്കെ. അവർക്ക് അതൊന്നും അവരുടെ മെയിൻറ്റെയിൻ അതൊന്നും സത്യത്തിൽ ഒന്നുമല്ല. ഇത് നമ്മളൊക്കെ ബുക്ക് അല്ലെങ്കിൽ ഒരു പേപ്പർ ഒന്നും നമുക്ക് ശരിക്കും നല്ല വൃത്തിയെ നമ്മൾ സാധാരണക്കാരൻ കൊണ്ടുനടക്കും. പക്ഷേ ബുദ്ധി കൂടുതൽ ആൾക്കാർക്ക് അവരെ സംബന്ധിച്ച് അതൊന്നും ഒരു ഗവൺമെന്റാണ്. അവർക്ക് അവരുടെ ബുദ്ധിയിൽ അതിനേക്കാൾ വലിയ സംഗതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അവരെ സംബന്ധിച്ച് ഒരു സിമ്പിൾ കാര്യം, അതുകൊണ്ട് അവരതിനെ മെയിൻറ്റെയിൻ ചെയ്യാനില്ല. അതാണ് ബുദ്ധി കൂടുതൽ ആൾക്കാർ നമ്മൾ എപ്പോഴും വലിയ താടിയും കൂടിയൊക്കെ വെച്ച് നടത്തി നമ്മൾ കാണാറുള്ളത്. വേറൊരു പോയിന്റാണ് ഈ ബുദ്ധി കൂടുതൽ ആൾക്കാരുടെ, ഇവരെപ്പോഴും ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾക്ക് അവരുടെ കൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തുമ്പോൾ 100 ചോദ്യങ്ങളോ നമ്മൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അതെന്താ ഇങ്ങനെ, ഇതെന്താ ഇങ്ങനെ. ചെറിയ കുട്ടികൾ ചോദിക്കുന്നു. ചെറിയ കുട്ടികൾ അവരുടെ ബുദ്ധി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ചോദ്യം അവർ ചോദിക്കുന്നത്, അവർ മനസ്സിലാക്കാൻ ചോദിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഈ ബുദ്ധി കൂടുതലുള്ള ആൾക്കാർ. അവരെ ചോദ്യം ഒരിക്കലും അവർ നിർത്തില്ല, അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിന് ക്ഷമയുള്ള ആൾക്കാർക്ക് അവരുടെ കൂടെ നടത്താൻ പറ്റുള്ളൂ. ഈ ബുദ്ധി കൂടുതലുള്ള ആൾക്കാർക്ക് കൂടെ ക്ഷമയുള്ള ആൾക്കാർക്ക് നടത്താൻ പറ്റുള്ളൂ. ഇവർ ചോദ്യത്തിൽ നമ്മൾ എപ്പോഴും ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കും. ഇവർ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു പ്ലാൻ ഉണ്ടാവും. വെറുതെ അങ്ങ് പോകില്ല. ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാനൊക്കെ ഇവരൊക്കെ നോട്ട് ചെയ്ത് എഴുതി വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. എന്ത് കാര്യങ്ങളും നോട്ട് ചെയ്യാതെ ഇവരൊന്നും ചെയ്യില്ല. ബുദ്ധി കൂടുതലുള്ള ആൾക്കാർ എന്തൊരു പ്ലാനിങ് ഉണ്ടാവും. പ്ലാനിങ് ഇല്ലാതെ ഒരു ജീവിതത്തിലൊക്കെ കാര്യങ്ങളൊന്നും ചെയ്യുകയില്ല. അടുത്തതായിട്ട് ഇവരുടെ വോയിസ് സംസാരം വളരെ പതുക്കെ ഒച്ചത്തിൽ സംസാരിക്കുകയില്ല.
ഒരു മാന്യമായ രീതിയിലാണ് സംസാരിക്കുള്ളൂ. എവിടെ ചെന്ന് കഴിഞ്ഞാൽ ആളാവാൻ നോക്കുകയില്ല. അവിടെ ഒച്ചുണ്ടാക്കി ഇവിടെ ഒച്ചുണ്ടാക്കി നമ്മൾ പല ആളുകളും കണ്ടില്ല. അധികം ആളുകൾ അങ്ങനെ തന്നെയല്ലേ നമ്മളടക്കം. പക്ഷേ ഇവരിൽ നമുക്ക് അങ്ങനെ സ്വഭാവം നമുക്ക് തീരെ പ്രതീക്ഷിക്കേണ്ട. ഇവർ എപ്പോഴും കഴിയുന്നത് ഒറ്റയ്ക്ക് ഇരിക്കാണ്ടിരിക്കാൻ ഇവർക്ക് താല്പര്യം. ഈ ആളുകളുടെ അടിയിൽ നിന്ന് കുറച്ച് മാറി ഇരുന്ന് ഒറ്റയ്ക്ക് ഇരിക്കുക അങ്ങനത്തെ ഒരു മൈൻഡുള്ള ആൾക്കാരെയൊക്കെ ഇതൊക്കെ ബുദ്ധി കൂടുതലുള്ള ആളുകളുടെ സ്വഭാവമാണ്. നമ്മൾ ഇവരെന്താ ഇങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട, അതൊക്കെ ബുദ്ധി കൂടുതലുള്ള കുറച്ച് ആളുകൾക്ക് കിട്ടുന്നൊരു പ്രത്യേക സ്വഭാവമാണ് നമ്മൾ മനസ്സിലാക്കും. പിന്നെ ഇവരെ പ്രത്യേക വേറെ സ്വഭാവമാണ്, ഇവർ എന്തെങ്കിലും ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ അതിന് അവർ താരതമ്യം ചെയ്യും. ഇവരിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അത് ഞാൻ പണ്ട് ചെറുപ്പിൻ്റെ സ്ഥലത്ത് കണ്ടിരുന്നില്ല, അല്ലെങ്കിൽ അത് അന്ന് ഞാൻ അന്ന് മേടിച്ചിട്ടുള്ളൂ. ഇങ്ങനെ ഒരു സാധനം കിട്ടിയപ്പോൾ ഒരു ഫാനെ കിട്ടിയപ്പോൾ ഈ ഫാൻ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഇതിനു മുന്നേ. അങ്ങനെ ഓരോ സംഗതികൾ ഇവർ താരതമ്യം ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു പ്രത്യേക ഒരു സ്വഭാവമാണ് ബുദ്ധിയുള്ളതാണ് കേട്ടോ. ഇവരുടെ സ്വഭാവമാണ് ഇവർക്ക് എന്തെങ്കിലും സർപ്രൈസ് ഹോബികൾ ഉണ്ടാവും. ഈ ബുദ്ധി കൊണ്ടുള്ള ആളുകൾക്ക് സർപ്രൈസ് ഹോബികൾ. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, സ്റ്റാമ്പ് കളക്ട് ചെയ്ത് വെക്കുക, കോയിൻസ് കളക്ട് ചെയ്ത് വെക്കുക, ഇങ്ങനെ പല ഇത്തരത്തിലുള്ള പല പല ഹോബികളും ഈ ബുദ്ധി കൂടുതൽ ആൾക്കാർക്കുണ്ടാവും. അത് പല നമ്മൾ വിചാരിക്കാത്ത തരം ഹോബികളാണ് ഇവർക്കുണ്ടായത്. ചില ആൾക്കാർ ബുദ്ധി കൂടുതൽ ആൾക്കാർ പിന്നെ ടൂത്ത് ബ്രഷിന്റെ ബ്രഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബ്രഷ് അവർ കളയില്ല, അത് എടുത്ത് വെക്കും. ചിലർ പേന ഒഴിവാക്കില്ല, എടുത്ത് വെക്കും. ഡ്രസ്സ് എടുത്ത് വെക്കും, ഡ്രസ്സ് വേറെ ആർക്കും കൊടുക്കുന്നില്ല, വരും സ്വന്തം അവരെടുത്ത് വെക്കും. അതൊക്കെ അവരുടെ ഹോബിയാണ്. അത് അവർ മനസ്സിന്റെ ഒരു പ്രശ്നം കൊണ്ടല്ല, അത് അവരുടെ ഒരു ഹോബി അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കാത്ത ചില സംഗതികളൊക്കെ അവർ എടുത്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ കാണുമ്പോൾ എന്തെന്താ ഇവരൊക്കെ ഇതിന്റെ എടുത്ത് വെച്ചിരിക്കുന്നത്, ഇത് ഇത്ര വിഷ്കനാണോ, ഇനി ഇതിനെന്തിന്റെ കാര്യമൊന്നും ചിന്തിക്കും. പക്ഷെ അത് ആ ബുദ്ധി കൂടുതൽ ആളുകൾ ചെയ്യുന്നതിന് പണിയാണ്. അത് വിചാരിക്കണം, അത് ബുദ്ധി കൊണ്ട് ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. ഇവർക്ക് മൃഗങ്ങളെ അധികം പേർക്ക് ബുദ്ധി കൂടുതൽ ആൾക്കാർക്ക് മൃഗങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. മൃഗങ്ങളെ അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മൃഗം പൂച്ചയാവും. പൂച്ചയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ആൾക്കാർക്ക്. ഇത് വേൾഡിൽ മൊത്തത്തിലുള്ള സൈക്കോളജി ഡോക്ടർ പറഞ്ഞത് കേട്ട് ഞാൻ ഇവിടെ പറഞ്ഞിട്ടോ, പൂച്ചയെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ബുദ്ധി കൂടുതലുള്ള ആളുകളെന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പൂച്ചയെ ഇഷ്ടപ്പെടുന്നവർ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ആളുകളാണ്. അപ്പൊ ഞാനിപ്പോ ടോട്ടൽ 15ഓളം പോയിന്റുകളുടെ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ബുദ്ധി കൂടുതലുള്ള ആളുകളെ പറ്റിയിട്ട്. ഇത് കറക്റ്റ് ഞാൻ ഒന്ന് രണ്ടിടത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ എന്നാൽ നിങ്ങൾക്ക് ഇടയിൽ 15 പോയിന്റ് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ നമ്മളിൽ എത്രത്തോളം ഉണ്ടെന്ന് എല്ലാവരും ചെക്ക് ചെയ്യാം. ഇതിൽ 4 5 കാര്യങ്ങൾ നമ്മളുണ്ടെങ്കിൽ നമ്മളും അത്യാവശ്യം ബുദ്ധിയുള്ള ആളുകൾ തന്നെയാണ്. 15 കാര്യങ്ങളും എല്ലാ മനുഷ്യന്മാരും ഉണ്ടാകുന്നില്ല. ഇത് ഈ 15 കാര്യം ഇല്ലാതൊരു ബുദ്ധി ഇല്ലാന്ന് വിചാരിക്കണം കേട്ടോ. നമ്മള് ഇത് കൂടുതൽ അന്ന് ബുദ്ധിയുള്ള ആളുകൾ പറ്റുന്ന ഒരു സംഭവമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.